വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു എന്ന വാർത്തകൾ തള്ളുകയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വെബ്സൈറ്റും വെബ് പോർട്ടലുകളും സുരക്ഷിതം എന്നാണ് ഇപ്പോൾ NTA അറിയിക്കുന്നത്. ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നാണ് NTA നൽകുന്ന വിശദീകരണം. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്നിപ്പോൾ. അച്യുതൻ, എന്താണ് NTA ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം? ഉന്മേഷ്, നീറ്റ് UG പരീക്ഷ, അതുപോലെ തന്നെ UGC നെറ്റ് പരീക്ഷ എന്നീ പരീക്ഷകളുടെ ഈ ചോദ്യപേപ്പറുകൾ ചോർന്നതിന് പിന്നാലെയാണ് ഈ NTA ഔദ്യോഗികമായിട്ടുള്ള സൈറ്റുകൾ അത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്നാൽ ആ സമയങ്ങളിലൊന്നും തന്നെ ഒരു പ്രതികരണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ പ്രതികരണം അല്ലെങ്കിൽ ആ വിശദീകരണം NTA നൽകിയിരിക്കുകയാണ്. അവർ പറയുന്നത് വെബ്സൈറ്റുകളും വെബ് പോർട്ടലുകളും പൂർണ്ണമായും സുരക്ഷിതമാണെന്നാണ് NTA ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഈ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വിവരം അത് തെറ്റിദ്ധാരണ പരത്തുന്നതാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ NTAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ വെബ്സൈറ്റുകളിൽ ഒന്നും നടന്നിട്ടില്ല. കാരണം ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച റാക്കറ്റ് ഈ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്താണ് ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച നടത്തിയതെന്ന് സംബന്ധിച്ചുള്ള പല വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം തള്ളിയാണ് ഇപ്പോൾ NTA അവരുടെ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് രാജ്യത്ത് നീറ്റ് പുനഃപരീക്ഷ ഏതാണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് 1563 വിദ്യാർത്ഥികൾക്കായിരുന്നു നീറ്റ് UG പുനഃപരീക്ഷ നടന്നത്. അതിൻ്റെ ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ 1563 വിദ്യാർത്ഥികളിൽ 813 വിദ്യാർത്ഥികളാണ് ഈ പുനഃപരീക്ഷ എഴുതിയത്. 750ഓളം വിദ്യാർത്ഥികൾ ഈ പുനഃപരീക്ഷയിൽ നിന്നും വിട്ടുനിന്നു എന്നുള്ള വാർത്ത കൂടിയാണ് വരുന്നത്. ഏതാണ്ട് ഛത്തീസ്ഗഡിൽ 70 വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തില്ല. ചണ്ഡീഗഡിലേക്ക് വരുമ്പോൾ അവിടുത്തെ സെൻറ്ററിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ പരീക്ഷ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. എന്തായാലും ഈ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ NTA അറിയിച്ചത് പ്രകാരം ഈ ഗ്രേസ് മാർക്ക് ഒഴിച്ചു നിർത്തിയുള്ള ആ പഴയ മാർക്കായിരിക്കും ഇനി നൽകുക എന്നുള്ളതാണ് അന്ന് NTA അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള വിശദീകരണം കൂടി NTA നൽകുന്നു.